കേച്ചേരി കല്ലട ബാറിൽ മദ്യപിക്കാൻ എത്തിയവർ തമ്മിൽ സംഘർഷം, 2 പേർക്ക് വെട്ടേറ്റു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്യലഹരിയിൽ അമിത വേഗതയിൽ കാർ ഓടിച്ച് സൈക്കിളിലിടിച്ച് സൈക്കിൾ യാത്രക്കാരനായ വൃദ്ധൻ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവറെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. 3 മുറി ചൂളക്കൽ വീട്ടിൽ അമൽദേവ് എന്നയാളെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത്. ചാലക്കുടി ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രിയുടെ പ്രവർത്തനം 1 മാസത്തിനുള്ളിൽ ആരംഭിക്കും. ആശുപത്രിക്ക് ആയുർവേദാചാര്യൻ പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ പേര് നൽകും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേച്ചേരി കല്ലട ബാറിൽ മദ്യപിക്കാൻ എത്തിയവർ തമ്മിൽ ചേരിതിരിഞ്ഞുള്ള സംഘർഷത്തിൽ 2 പേർക്ക് വെട്ടേറ്റു. സംഘർഷത്തിൽ പരിക്കേറ്റ വെട്ടുകാട് സ്വദേശി ചൂണ്ടപ്പുരയ്ക്കൽ വീട്ടിൽ സൂരജ്, കേച്ചേരി കടവിൽ വീട്ടിൽ ഷിജു എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്യപിക്കുന്നതിനിടെ ഇരുകൂട്ടരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് അത് സംഘർഷത്തിനും കാരണമാവുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ബൈക്കിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചാണ് പ്രതികൾ ഇരുവരെയും വെട്ടിയതെന്ന് പറയുന്നു. ആക്രമണത്തിൽ സൂരജിന് ഗുരുതരമായി പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളായ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 1.5 മാസം മുൻപ് ചേട്ടന്റെ വിവാഹത്തിനായി ഗൾഫിൽ നിന്നെത്തിയ സൂരജ് ഗൾഫിലേക്ക് തിരിച്ചു പോകാനിരിക്കുകയായിരുന്നു സംഭവം. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രിയുടെ പ്രവർത്തനം 1 മാസത്തിനുള്ളിൽ ആരംഭിക്കും. സനീഷ് കുമാർ ജോസഫ് MLA നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. കേന്ദ്ര ആയുഷ് വകുപ്പിന്റെ കീഴിൽ 9 കോടി രൂപ ചിലവിൽ 4 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കേന്ദ്ര ആയുഷ് വകുപ്പിന്റെ കീഴിൽ 9 കോടി രൂപ ചിലവിൽ 4 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ആശുപത്രിയുടെ ആദ്യഘട്ട പ്രവർത്തനമാണ് ആദ്യം ആരംഭിക്കുന്നത്. താഴത്തെ നിലയിൽ OP വിഭാഗവും പഞ്ചകർമ്മയും ഫിസിയോതെറാപ്പിയും പ്രവർത്തിപ്പിക്കാനാണ് പദ്ധതി. നേത്രചികിത്സാ സ്പെഷ്യാലിറ്റിയും ലാബ് സൗകര്യവും സജ്ജീകരിക്കും. ആദ്യഘട്ടത്തിൽ 2 നേത്ര വിദഗ്ധരുടെയും 1 ജനറൽ വിഭാഗം ഡോക്ടറുടെയും സേവനമാണ് ഉണ്ടാവുക. നിലവിൽ ഇതിനടുത്ത് പ്രവർത്തിക്കുന്ന ആയുർവേദ ഡിസ്പെൻസറിയുടെ പ്രവർത്തനവും ജനറൽ വിഭാഗം ഡോക്ടറുടെ സേവനവും ഇവിടേക്ക് മാറ്റും. കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കും. ഉപകരണങ്ങൾ ആയുഷ് വകുപ്പിൽ നിന്നും ലഭ്യമാക്കും. ചുറ്റുമതിൽ, ദേശീയപാതയിൽ നിന്നുമുള്ള പാലം, ടൈൽ വിരിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കാനും തീരുമാനമായി. MLA ആയിരുന്ന BD ദേവസിയുടെ ശ്രമഫലമായാണ് ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രി പദ്ധതി കൊണ്ടുവന്നത്. കഴിഞ്ഞ നഗരസഭ LDF ഭരണസമിതിയുടെ കാലത്താണ് ആശുപത്രിക്കായി കോസ്മോസ് ക്ലബിന് സമീപം നഗരസഭ വക സ്ഥലം വിട്ടുകൊടുത്തത്. തുടർന്ന് കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. മീഡിയ ടൈം, ചാലക്കുടി. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് ഭക്തജനപ്രവാഹം. പുലർച്ചെ മുതൽ തന്നെ ചെട്ടിക്കാട് തീർത്ഥാടക പാതയിൽ ഭക്തജനങ്ങളുടെയും തീർത്ഥാടക വാഹനങ്ങളുടെയും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ചെട്ടിക്കാട് ദേവാലയത്തിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങൾ കടത്തിവിടുന്നതിനും പോലീസും വളണ്ടിയർമാരും നന്നേ ബുദ്ധിമുട്ടി. രാവിലെ 10-ന് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവിട്ടലിന് സ്വീകരണം നൽകി. തുടർന്ന് മെത്രാൻ ഊട്ടുനേർച്ച ആശീർവദിച്ചു. തുടർന്ന് ഇടുക്കി കബ്ബമേടു നിന്ന് വന്ന ജോയമ്മ രാജേന്ദ്രനും കുടുംബത്തിനും ആദ്യ നേർച്ച വിളമ്പിക്കൊടുത്തു. തുടർന്ന് നടന്ന തിരുനാൾ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകി. വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ച് പള്ളിക്ക് ചുറ്റും നടത്തിയ പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം പൂക്കൾ വർഷിച്ചുകൊണ്ട് വിശുദ്ധനെ വരവേറ്റു. രാവിലെ 6:15 മുതൽ രാത്രി 10:30 വരെ തുടർച്ചയായി ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടന്നു. 1 ലക്ഷത്തിലേറെ പേർ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു. തിരക്ക് കുറയ്ക്കുന്നതിനായി 10 കൗണ്ടറുകളിലൂടെ ഊട്ടുനേർച്ച വിതരണം ചെയ്തു. രാവിലെ ആരംഭിച്ച നേർച്ച സദ്യ വൈകും വരെ തുടർന്നു.
തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പൊന്നാവ് എടുത്തുവെക്കൽ നേർച്ചയ്ക്കും അടിമ സമർപ്പണത്തിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മെയ് 20 ചൊവ്വാഴ്ചയാണ് 8-ാം ഇടം. അന്നേ ദിനം ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ കൂട്ടായ്മ നടക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി മറ്റു വാർത്തകൾ. മദ്യലഹരിയിൽ അമിത വേഗതയിൽ കാർ ഓടിച്ച് സൈക്കിളിലിടിച്ച് സൈക്കിൾ യാത്രക്കാരനായ വൃദ്ധൻ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവറെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. 3 മുറി ചൂളക്കിൽ വീട്ടിൽ അമൽദേവ് എന്നയാളെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത്. SN പുരത്ത് വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ശാന്തിപുരത്ത് ഔട്ട് ഹൗസിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികൻ ജാഫറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസമെങ്കിലും പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കാട്ടകത്ത് ചെറുളിപ്പറമ്പിൽ മുഹമ്മദിന്റെ മകനാണ് ജാഫർ. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ജാഫർ. ഭാര്യയും ഒരു മകനുമുണ്ട്. കാലങ്ങളായി തനിച്ചാണ് ജാഫർ താമസിച്ചിരുന്നത്. CBSE +2 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 88.39 വിജയശതമാനം. കൂടുതൽ വിജയശതമാനം വിജയവാഡ മേഖലയിലാണ്, 99.60%. രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരം മേഖലയിലാണ്, 99.32%. കഴിഞ്ഞ തവണ തിരുവനന്തപുരം മേഖലയിലായിരുന്നു കൂടുതൽ വിജയശതമാനം. 16,92,794 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 14,96,307 വിദ്യാർത്ഥികൾ വിജയിച്ചു. 91.64% പെൺകുട്ടികളും 85.70% ആൺകുട്ടികളും വിജയിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനം 4.1% വർദ്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വെള്ളാങ്കല്ലൂർ കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC അംഗം ഷോൺ പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ സമരത്തിൽ സംസ്ഥാന സെക്രട്ടറി KN സജീവൻ, വെള്ളാങ്കല്ലൂർ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രമേശ് മാടത്തിങ്കൽ, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ശശികുമാർ, വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുസമ്മിൽ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നോബിൾ കണ്ണത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിഷേധ സമരത്തിന് കമാൽ കടമ്പാട്ട്, MP സോണി, ജോപി മങ്കിടിയാൻ, ധർമ്മജൻ വില്ലത്ത്, നാസർ, സജീവൻ PV, ജോർജ് മഞ്ഞളി ആച്ചാണ്ടി, സലീം, പോളി മേനാച്ചേരി, VG സുമേഷ് കുമാർ, അനൂപ് ആനപ്പാറ, രാഹുൽ വിജയൻ, ജോബി, മറ്റു ഭാരവാഹികൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, കർഷക തൊഴിലാളികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി രാജിവെക്കുക, നെൽ കർഷകരോട് കർഷകർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കർഷക കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുൻപിൽ ധർണ നടത്തി. കൃഷിമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും കേര സംരക്ഷണത്തിനായി ലോകബാങ്ക് നൽകിയ 139 കോടി രൂപ വകമാറ്റി ചിലവഴിച്ചതിലും നെൽ കർഷകരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിലും പ്രതിഷേധിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു കുരിശിങ്കൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PK ജേക്കബ്, നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷ പ്രീതി ബാബു, കൗൺസിലർ സൂസമ്മ ആന്റണി, കോടശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റിജു മാവേലി, പഞ്ചായത്ത് അംഗം PP അഗസ്തി, സംസ്ഥാന സെക്രട്ടറി TK അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പുച്ചിറ GHSS സ്കൂളിൽ +1 പ്രവേശനവും ഉന്നത വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ SSLC കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക കൃപ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ VM ഹംസ, സോബി R എന്നിവർ ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ സതീഷ് K, നിമ്മി TD എന്നിവർ സംസാരിച്ചു. 4 ദിവസങ്ങളിലായി ശ്രീനാരായണപുരത്ത് നടന്നുവന്ന മാമ്പഴ മഹോത്സവം സമാപിച്ചു. കുന്നുംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനവും മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നിർവഹിച്ചു. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, ഗ്രന്ഥശാല താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുസ്താഖ് അലി, കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഡയറക്ടർ TP രഘുനാഥ്, സംഘാടക സമിതി വൈസ് ചെയർമാൻ KK അബീദ് അലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയൂബ്, CC ജയ, നൌഷാദ് PA,
സെക്രട്ടറി രഹന പി ആനന്ദ്, വാർഡ് മെമ്പർമാരായ KR രാജേഷ്, ശീതൽ TS, സെറീന, ടിബിൻ റോബോട്ട്, ഇബ്രാഹിം കുട്ടി, പ്രസന്ന ധർമ്മൻ, കൃഷി ഓഫീസർ അനൂജ ലോനപ്പൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MK ദാസൻ, MR സച്ചിദാനന്ദൻ, ഡോക്ടർ അമിത ബച്ചൻ, PS രതീഷ്, NM ശ്യാംലി തുടങ്ങിയവർ സംസാരിച്ചു. മാവിന്റെ പ്രജനനം എന്ന സെമിനാർ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മിനി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രശ്മി PK, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, ADA ഋഷിമോൾ, അബ്ദുൾ റഹ്മാൻ, സീനിയർ ക്ലർക്ക് അജി KJ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് മത്സരത്തിന്റെ ഉദ്ഘാടനം PA മുഹമ്മദ് സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. മോനിഷ് PM, സിനിൽ US എന്നിവർ മോഡറേറ്റർമാരായിരുന്നു. ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ നന്മലഹരിയുടെ ഭാഗമായി സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ നേതൃത്വത്തിൽ സിന്തറ്റിക് ലഹരിക്കെതിരെ SMAയുടെ കായിക ലഹരി എന്ന ആപ്തവാക്യത്തോടെ ചാലക്കുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് SMAയുടെ 10ാമത് സംസ്ഥാനതല കരാട്ടെ ആൻഡ് കുംഫു കാറ്റ ആൻഡ് കുമിറ്റെ ടൂർണമെന്റ് SMA കപ്പ് 2K25 സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. ടൂർണമെന്റ് ചെയർമാൻ സെൻസായി സിനോ, കരാട്ടെ കേരള ഇന്ത്യൻ ഓർഗനൈസേഷൻ ടെക്നിക്കൽ ഡയറക്ടർ ഹാൻഷി ജേക്കബ് ദേവകുമാർ മുഖ്യാതിഥിയായിരുന്നു. ടൂർണമെന്റിൽ വിവിധ ജില്ലകളിൽ നിന്നും 500ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. SMAയുടെ 60ഓളം വരുന്ന ഒഫീഷ്യൽ ടൂർണമെന്റ് നിയന്ത്രിച്ചു. മുനിസിപ്പൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുസി സുനിൽ, മുനിസിപ്പാലിറ്റി വികസന കമ്മിറ്റി ചെയർമാൻ KV പോൾ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സായാഹ്ന സദസ്സും ലഹരിവിരുദ്ധ സന്ദേശവും നടത്തി. അഴീക്കോട് മുനിക്കൽ ടർഫിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് CA റഷീദ് അധ്യക്ഷത വഹിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK മുഹമ്മദ്, വാർഡ് മെമ്പർ സുമിത ഷാജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രാദേശിക കലാകാരന്മാരെ ആദരിച്ചു. സലീം അറക്കൽ, ഷിഹാദ് പഴൂസ്, ആസിഫ്, ആഷിഖ് കൈതവളപ്പിൽ, നിഷാദ്, സക്കീർ മനാഫ്, സൗണ്ട് അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പോക്സോ കേസിൽ അക്യുപങ്ക്ചർ ചികിത്സകൻ അറസ്റ്റിൽ. ഡ്രീംസ് വെൽനസ് ക്ലിനിക്, ഡ്രീംസ് വുമൺസ് വേൾഡ്, ഡ്രീംസ് അക്യുപങ്ക്ചർ ക്ലിനിക് എന്നിവയുടെ ഉടമയായ പുത്തൻവേലിക്കര ചാലക്ക സ്വദേശി കോനൻവീട്ടിൽ സുധീർ ഷാമൻസിനെയാണ് പോക്സോ കേസിൽ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ സ്ഥാപനത്തിൽ അക്യുപങ്ക്ചർ ചികിത്സയ്ക്ക് വന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 2022 ഏപ്രിൽ മാസം മുതലും പെൺകുട്ടി പ്രായപൂർത്തിയായതിനു ശേഷം 2025 മാർച്ച് 25-ാം തീയതി വരെയും പല തവണകളിൽ പ്രതിയുടെ സ്ഥാപനങ്ങളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിനാണ് സുധീർ ഷാമൻസിനെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ DSP രാജു VK, മതിലകം ഇൻസ്പെക്ടർ ഷാജി, കൊടുങ്ങല്ലൂർ SI സാലിം KA, പ്രൊബേഷണൽ SI വൈഷ്ണവ്, ASI സെബി, GSCPO ഷമീർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വനിതാ ശിശു വികസന വകുപ്പ് കൊടകര അഡീഷണൽ ICDSന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ അംഗൻവാടി കം കൃഷി പ്രവർത്തനം ആരംഭിച്ചു. കൊടകര ലാവണ്യ അംഗൻവാടിയിൽ ആരംഭിച്ച അംഗൻവാടി കം ക്രഷ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ CDCB അധ്യക്ഷത വഹിച്ചു. CDPO റസിയ P, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, വാർഡ് മെമ്പർ CA റെക്സ്, ICDS സൂപ്പർവൈസർ സൗമ്യ PA, ക്രഷ് വർക്കർ രജിത മോൾ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേച്ചേരി കല്ലട ബാറിൽ മദ്യപിക്കാൻ എത്തിയവർ തമ്മിൽ സംഘർഷം, 2 പേർക്ക് വെട്ടേറ്റു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്യലഹരിയിൽ അമിത വേഗതയിൽ കാർ ഓടിച്ച് സൈക്കിളിലിടിച്ച് സൈക്കിൾ യാത്രക്കാരനായ വൃദ്ധൻ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവറെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. 3 മുറി ചൂളക്കൽ വീട്ടിൽ അമൽദേവ് എന്നയാളെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത്. ചാലക്കുടി ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രിയുടെ പ്രവർത്തനം 1 മാസത്തിനുള്ളിൽ ആരംഭിക്കും. ആശുപത്രിക്ക് ആയുർവേദാചാര്യൻ പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ പേര് നൽകും. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.